ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ ഫാമിലി ടൈൽസിൻ്റെ ഇന്നത്തെ വീഡിയോ നാട്ടുകാഴ്ചകൾ എന്ന നമ്മുടെ സെഗ്മെൻറ്റിൻ്റെ 14ാമത്തെ ഭാഗമാണ് കേട്ടോ. അത് നമ്മൾ അങ്ങാടിച്ചിറയിലെ സൈഡിലൂടെ നമ്മുടെ കരുവാരകുണ്ടിൽ നിന്നും പയ്യാക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന ഒരു വഴിയുണ്ട്. പഴയ പാലവും പഴയ കോൺക്രീറ്റ് പാലവും നടപ്പാതയൊക്കെ ഉള്ള വഴി. ഈ വഴിയിലൂടെ ആയിരുന്നു നമ്മൾ അന്ന് നടന്നു പോയിരുന്നത് അല്ലേ. ഈ കൈവരിയൊന്നും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. പുഴ ഈ വഴിയിലേക്കൊക്കെ കയറി വരുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. നമ്മളെ നാട്ടിലേക്കുള്ള വഴി അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പഴയ സ്റ്റെപ്പ് കയറി പോകുന്നൊരു വഴിയുടെ വീഡിയോ നമ്മൾ മുൻപ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കാണണം. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലേക്ക് ആ വഴി പോകാൻ പറ്റുന്നില്ല. അന്ന് അവിടെ ആ വഴിയിൽ പോകുമ്പോൾ നമുക്ക് മരപ്പാലമായിരുന്നു കേട്ടോ അന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റാത്ത സമയത്ത് നമ്മൾ പോയിരുന്ന ഒരു വഴിയാണ് ഇപ്പോൾ ഈ കാണുന്ന വഴി. കാണുന്ന വഴിയിൽ ഇപ്പോൾ മലവും മൂത്രമൊക്കെ മണത്തിട്ട് അല്ലെങ്കിൽ സ്മെല്ല് ചെയ്തിട്ട് ഈ ഒരു വഴിയിലൂടെ നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഇതൊക്കെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ മനസ്സിൽ ഉള്ള ഒരു ഇതുപോലെയാണ് അല്ലേ. കാരണം ഇതൊക്കെ നശിച്ചു പോകാത്ത രീതിയിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് പഴയ കാലങ്ങളും കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും. ആളുകൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇത് പോയി നശിപ്പിക്കുന്നതും. അതൊക്കെ നല്ല രീതിയിൽ നിലനിർത്തി കഴിഞ്ഞാൽ ഇതൊരു പാർക്കായിട്ടും അല്ലെങ്കിൽ ഒരു ബോട്ടിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലമൊക്കെ ആയിട്ട് നിലനിർത്തി പോന്നിരുന്ന അല്ലെങ്കിൽ നിലനിർത്തി പോവരേണ്ട ഒരു സംഭവമായിരുന്നു. കാരണം ഇവിടെ ആ ഒരു പാർക്ക് വന്ന സമയത്ത് ആ പാലമൊക്കെ വന്നത് ഇത്രത്തോളം അടിപൊളിയായ സമയത്ത് നമ്മളിവിടെ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നും നിലനിന്നിരുന്നുവെങ്കിൽ ഇത് അതിമനോഹരമായി മാറേണ്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ എന്തും തുടങ്ങാൻ വളരെ ഉത്സാഹമായിരിക്കും. അതിൻ്റെ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും അതിൻ്റെ തുടക്കത്തിന് എന്തിനും മുന്നിലൊക്കെ ആളുണ്ടാവും. പക്ഷേ പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ അതിൻ്റെ വേണ്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അത് പിന്നെ ജനപ്രതിനിധികളോ ആർക്കും പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കാനോ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനോ ഒന്നിനും സമയം ഉണ്ടാകാറില്ല. അതങ്ങനെ അവിടെ കിടന്ന് നശിക്കുന്നത് നശിച്ചു പോവും. അല്ലാത്തത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ ഒരു സ്മാരകം പോലെ നിലനിൽക്കും. അങ്ങനെയുള്ളൊരു സംഭവം തന്നെയാണിത്. ഇത് ഈ ഒരു രീതിയിലെങ്കിലും നിലനിൽക്കുന്നത് നമ്മൾ ഈ ഒരു സമയത്ത് പോയി കണ്ടതുകൊണ്ടാണ്. ഒരു 5-6 വർഷം കൂടി കഴിഞ്ഞ ഈ രീതിയിൽ അവിടെ നിലനിൽപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ട് കാലത്ത് നമ്മൾ ഒരുപാട് ആശ്രയിച്ചിരുന്ന ഒരു പാലം ആയിരുന്നു അല്ലേ. ഒരു നടപ്പാലം തന്നെ ആയിരുന്നു, കോൺക്രീറ്റ് പാലമായിരുന്നെങ്കിലും പിന്നീട് ഇപ്പോൾ നമ്മൾ ദൂരത്ത് കാണുന്ന ആ ഒരു പാലം കാര്യങ്ങളൊക്കെ വന്നെങ്കിലും നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഒരുപാട് പേര് ഇതിൽ നടന്നു പോകാത്തത് കൊണ്ടും പണ്ട് ഒരുപാട് നടന്ന വഴിയായതുകൊണ്ടും ഒക്കെ ഇപ്പോൾ ആർക്കും ഈ ഒരു വഴി ആവശ്യമില്ല. പണ്ടത്തെ ഒരു സമയത്ത് നമ്മൾ നടന്നു പോയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ അയവിറക്കാൻ നമുക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഇതിലെ പോയവരും ഇതിലെ സ്കൂളിലേക്ക് പോയവരും തിരിച്ചു പോകുന്നവരും വീട്ടിലേക്ക് പല ആവശ്യങ്ങൾക്കായി പോയവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തണേ. ആ ദൂരത്തായി കാണുന്നതായിരുന്നു നമ്മൾ ബോട്ട് ഹൗസിലെ. ആ ബോട്ട് ഹൗസ് അവിടെ നിന്നായിരുന്നു നമ്മൾ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നത്. അതൊക്കെ കുറച്ച് ദിവസം മാത്രമേ അതൊക്കെ ഓടിയുള്ളൂ. അധികകാലമൊന്നും നീണ്ടു നിന്നില്ല. അതിൻ്റെ ഇടയിൽ പ്രളയവും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് മണ്ണും ചെളിയൊക്കെ വന്ന് ചിറയൊക്കെ അടഞ്ഞ് അതൊക്കെ അവിടെ കുന്നുകൂടി മലയായി. ഇപ്പോൾ പുഴേൻ്റെ നടുക്ക് വലിയൊരു മലയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലായി മാറി. ഇതൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യാനും അതൊക്കെ പഴയ രീതിയിലാക്കാനും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ആരും ശ്രമിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ അത് അവിടെ കിടക്കില്ലല്ലോ. കാരണം നമ്മളെ നാട്ടിൽ ഇങ്ങനെയും വികസനവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കാനോ അതൊന്ന് ഉഷാറാക്കാനോ ഒന്നും ആർക്കും തോന്നാത്ത എന്താണ് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള മനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റുവട്ടത്ത് അടുത്തടുത്തായിട്ട് ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇന്നിപ്പോൾ നമ്മളെ കേരളാംകുണ്ടും അതേപോലെ തന്നെ നമ്മളെ പാർക്കുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായ ഒരുപാട് പാർക്കുകൾ, കേരളാംകുണ്ടിലൊരു പാർക്ക് വന്നു, അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു പാർക്ക് വന്നു. അങ്ങനെയുള്ള ആ പാർക്കിൻ്റെ ഒക്കെ കരുവാരകുണ്ടിൽ ഒരുപാട് പാർക്കുകളുടെയും കേരളാംകുണ്ടിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് കാലം നടന്നിട്ടുള്ള ഒരു വഴി. നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് കാലം നടന്നിട്ടുള്ള ഒരു വഴിയാണ്. ഈ ഒരു സൈഡിൽ കാണുന്ന വഴി ഈ അഴികളും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തുള്ളതാണ്. ഇപ്പുറത്തുള്ളത് പുതുതായിട്ട് നമ്മൾ പാർക്കൊക്കെ വന്ന സമയത്ത് പുതുതായിട്ട് വന്നതുമാണ് ഇപ്പോൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് പിന്നെ ഡ്രഗ്സിൻ്റെയും വലിയുടെയും ഒക്കെ ഒരു ഏരിയ ആയിട്ടായിരിക്കും ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ കാടും ഒക്കെ പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതിലൊന്നും ആരും പോകാറോ വരാറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ആളുകൾക്ക് സാമൂഹ്യ വിരുദ്ധർക്കൊക്കെ ഒരു വിളയാടാനുള്ളൊരു സ്ഥലമായിട്ട് തന്നെ ആയിരിക്കും ഇതൊക്കെ അവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ മാറ്റങ്ങൾ വരണം. നമ്മുടെ നാട്ടിൽ വികസനങ്ങൾ വരണം. വികസനങ്ങൾ വന്നാൽ മാത്രം പോരാ, മാറ്റങ്ങളും വരണം. നമ്മൾ തന്നെ മാറണം, ഓരോരുത്തരും മാറണം.